നമസ്കാരം. ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം രാജ്യത്തിനാകെ മാതൃകയാക്കിയതിൽ അധ്യാപകർ വഹിച്ച പങ്ക് വളരെ വലുതെന്ന് മന്ത്രി എം പി രാജേഷ്. വിദ്യാഭ്യാസ മേഖലയിലെ നേട്ടങ്ങൾ ശക്തമായി നിലനിർത്താൻ നമുക്ക് കഴിയണം. കേരള ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽസ് അസോസിയേഷൻ 14ാം സംസ്ഥാന സമ്മേളനം ഷൊർണൂർ. വിയൂർ ഹൈ സെക്യൂരിറ്റി ജയിൽ പരിസരത്ത് നിന്ന് തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നോടി രക്ഷപ്പെട്ട കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകൻ കേരളം വിട്ടതായി സൂചന. തൃശൂരിൽ നിന്ന് ബൈക്ക് മോഷ്ടിച്ച് ബാലമുരുകൻ അതിർത്തി കടന്നതായി പോലീസിന് വിവരം ലഭിച്ചു. തൃശൂർ കൊരട്ടിയിൽ വീടിന് നേരെ യുവാവിന്റെ ആക്രമണം. മദ്യലഹരിയിലെത്തിയ യുവാവ് ആക്രമണം നടത്തിയത് CPM ബ്രാഞ്ച് സെക്രട്ടറിയായ യുവതിയുടെ വീടിന് നേരെ. ഭാരതപ്പുഴയിലെ കാരൂർ ക്ഷേത്രക്കടവിൽ കൂട്ടുകാർക്കൊപ്പം കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. മരിച്ചത് പൈങ്കുളം റോഡ് പടിഞ്ഞാറേ തോപ്പിൽ തൊടി പരേതനായ സുരേന്ദ്രന്റെ മകൻ 15 വയസ്സുള്ള ആര്യൻ. ഒഴുക്കിൽപ്പെട്ട് വെള്ളിയാഴ്ച വൈകിട്ട് കാണാതായ ആര്യന്റെ മൃതദേഹം കണ്ടെത്തിയത് ശനിയാഴ്ച രാവിലെ. അതിരപ്പള്ളി ചാലക്കുടി സംസ്ഥാന പാതയിൽ വാഹനങ്ങൾ തടഞ്ഞ് ഒറ്റയാൻ. അരമണിക്കൂറോളം വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. പാലക്കാട് കഞ്ചിക്കോട് 3 ഏക്കർ പ്രദേശത്ത് വനം വകുപ്പിന്റെ സോളാർ വേലി മറികടന്ന് ഒറ്റയാനിറങ്ങി. ജനവാസ മേഖലയിലെത്തിയ കൊമ്പൻ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ഭിന്നശേഷിക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് ചിലർ രാഷ്ട്രീയ ലാഭത്തിന് ശ്രമിക്കുന്നുണ്ടെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. ഭിന്നശേഷിക്കാരെ കബളിപ്പിച്ച് ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കാനും ശ്രമം. പാലക്കാട്ട് ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺസ് വെൽഫെയർ ഫെഡറേഷൻ ജില്ലാ സമ്മേളനം. ഭിന്നശേഷി പെൻഷൻ തുക വർദ്ധിപ്പിക്കണമെന്നും ആനുകൂല്യങ്ങൾ യഥാസമയം വിതരണം ചെയ്യണമെന്നും സമ്മേളനം. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം രാജ്യത്തിനാകെ മാതൃകയാക്കുന്നതിൽ അധ്യാപകർ വഹിച്ച പങ്ക് വളരെ വലുതാണെന്ന് മന്ത്രി എം പി രാജേഷ്. വിദ്യാഭ്യാസ മേഖലയിൽ കൈവരിച്ച നേട്ടങ്ങൾ ശക്തമായി നിലനിർത്താൻ നമുക്ക് കഴിയണമെന്നും മന്ത്രി പറഞ്ഞു. കേരള ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽസ് അസോസിയേഷൻ 14ാം സംസ്ഥാന സമ്മേളനം ഷൊർണൂർ നിള റെസിഡൻസിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ മികവ് ഇന്ന് പൊതുവിൽ അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞിട്ടുള്ളതാണ്. ദേശീയ തലത്തിൽ തന്നെ നീതി ആയോഗിന്റെ നാഷണൽ സ്കൂൾ ക്വാളിറ്റി ഇൻഡെക്സിൽ തുടർച്ചയായി 7 വർഷം കേരളത്തിന് ഒന്നാമതെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് അഭിമാനകരമായിട്ടുള്ള നേട്ടമാണ്. അത് നിങ്ങൾക്ക് കൂടി അവകാശപ്പെട്ട നേട്ടമാണ്. അത് പറയുമ്പോൾ ചിലർ വിചാരം അത് അങ്ങനെ ഒരു നേട്ടം കിട്ടി സർക്കാരിന് മാത്രം അവകാശപ്പെട്ടതായി പോവും എന്നാണ്. അങ്ങനെയല്ല, എല്ലാവർക്കും അവകാശപ്പെട്ട ഒരു നേട്ടമാണ്. കേരളത്തിനാകെ അഭിമാനിക്കാവുന്നൊരു നേട്ടമാണ്. അത് നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ മികവിനെയാണ് കാണിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെയൊക്കെ ഫലമായിട്ടാണ് നമുക്കത് കൈവരിക്കാൻ കഴിഞ്ഞത്. ശനിയാഴ്ച രാവിലെ നടന്ന പൊതുസമ്മേളനത്തിൽ KHSPA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ N സക്കീർ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി TG മാർട്ടിൻ സ്വാഗതം പറഞ്ഞു. ഷാഫി പറമ്പിൽ MLA മുഖ്യപ്രഭാഷണം നടത്തി. വിദ്യാഭ്യാസ സാംസ്കാരിക സമ്മേളനം VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് വിശിഷ്ടാതിഥിയായിരുന്നു. തുടർന്ന് നടന്ന അനുമോദന സദസ്സും യാത്രയയപ്പ് സമ്മേളനവും ഷൊർണൂർ MLA P മമ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ നഗരസഭ പ്രതിപക്ഷ നേതാവ് EP നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. DHSE ജോയിന്റ് ഡയറക്ടർ R സുരേഷ് കുമാർ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. DHSE എക്സാമിനേഷൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ K ബാബു, KH സാജൻ, അക്കാഡമിക് ഡെപ്യൂട്ടി ഡയറക്ടർ S സജി, എറണാകുളം RDD KA വഹീദ, PM അനിൽ, KR ഗിരിജ, VK അശോക് കുമാർ, M സന്തോഷ് കുമാർ, K സുധ, KR മണികണ്ഠൻ, T ഗിരി, RV അനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഭാരതപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. പൈങ്കുളം റോഡ് റെയിൽവേ ഗേറ്റിന് സമീപം പടിഞ്ഞാറേ തോപ്പിൽ തൊടി വീട്ടിൽ പരേതനായ സുരേന്ദ്രന്റെ മകൻ 15 വയസ്സുള്ള ആര്യനാണ് മരിച്ചത്. വെള്ളിയാഴ്ച വൈകുന്നേരം കാരൂർ ക്ഷേത്രക്കടവിലെ ഭാരതപ്പുഴയിൽ കൂട്ടുകാരുമൊത്ത് കുളിക്കാനിറങ്ങിയ ആര്യനെ ഒഴുക്കിൽപ്പെട്ട് കാണാതാവുകയായിരുന്നു. ഷൊർണൂർ അഗ്നിരക്ഷാ സേനയും നാട്ടുകാരും നടത്തിയ തിരച്ചിലിനൊടുവിൽ ശനിയാഴ്ച രാവിലെ 8:30യോടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. ചെറുതുരുത്തി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആര്യൻ.
വെള്ളിയാഴ്ച വൈകുന്നേരം 6 മണിയോടെ സഹോദരൻ ആദ്യത്തിനും കൂട്ടുകാർക്കുമൊപ്പമാണ് കാരൂർ ക്ഷേത്രകടവിലെ ഭാരതപ്പുഴയിൽ കുളിക്കാനായി ആര്യൻ എത്തിയത്. കുളിക്കുന്നതിനിടെ ആര്യൻ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ഒപ്പമുണ്ടായ കുട്ടികൾ ബഹളം വെച്ചതിനെ തുടർന്നെത്തിയ നാട്ടുകാരാണ് പോലീസിലും ഷൊർണൂർ അഗ്നിരക്ഷാസേനയിലും വിവരമറിയിക്കുന്നത്. മലമ്പുഴ ഡാം തുറന്നുവിട്ടതും വെള്ളിയാഴ്ച രാത്രിയിലുണ്ടായ മഴയിലും ശക്തമായ ഒഴുക്കുണ്ടായിരുന്നതിനാൽ രാത്രി 9:30 വരെ തിരച്ചിൽ നടത്തിയിട്ടും കുട്ടിയെ കണ്ടെത്താനായില്ല. വിവരമറിഞ്ഞ് സ്ഥലം MLAയും മന്ത്രിയുമായ കെ രാധാകൃഷ്ണനും വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദറും സംഭവസ്ഥലത്ത് എത്തിയിരുന്നു. തുടർന്ന് ശനിയാഴ്ച രാവിലെ വീണ്ടും ആരംഭിച്ച തിരച്ചിലിനൊടുവിലാണ് കാരൂർ ക്ഷേത്രകടവിന് സമീപത്തായി 8:30 ആര്യന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഇന്നലെ ഒരു വിദ്യാർത്ഥിയാണ്, 15 വയസ്സുള്ളൊരു പയ്യനാണ്. ഇന്നലെ അകപ്പെട്ടു. അപ്പോൾ ഇന്നലെ വെള്ളം പൊതുവെ കൂടുതലായിരുന്നു. 2 അടി താഴ്ചയുണ്ട്. അവിടെ ഒരു ഒഴുക്കിൽ പെട്ടതാണ് പയ്യൻ. ഇന്നലെ ഒരു 3-3.5 മണിക്കൂറോളം ഇന്നലെ തെരച്ചിൽ നടത്തി, കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്ന് രാവിലെ ഒരു 1-1.5 മണിക്കൂർ തെരഞ്ഞു ഇപ്പോൾ കണ്ടെത്തി. ചെറുതുരുത്തി പോലീസിന്റെ മേൽ നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വിയ്യൂർ ഹൈ സെക്യൂരിറ്റി ജയിൽ പരിസരത്തു നിന്ന് ഓടി രക്ഷപ്പെട്ട കുപ്രസിദ്ധ കുറ്റവാളി തമിഴ്നാട് സ്വദേശി ബാലമുരുകൻ കേരളം വിട്ടതായി സൂചന. തൃശൂരിൽ നിന്നൊരു ബൈക്ക് മോഷ്ടിച്ച് ബാലമുരുകൻ സംസ്ഥാന അതിർത്തി കടന്നതായാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. വിയ്യൂരിന് സമീപത്തു നിന്ന് ഒരു ബൈക്ക് കാണാതായിട്ടുണ്ട്. ഇന്നലെ രാത്രി 9 മണിക്കാണ് ഇയാൾ രക്ഷപ്പെട്ടത്. നിരവധി മോഷണ കേസുകളിലെ പ്രതിയാണ് തമിഴ്നാട് ആലങ്കുളം സ്വദേശി ബാലമുരുകൻ. തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നാണ് പ്രതി രക്ഷപ്പെട്ടത്. തമിഴ്നാട്ടിലെ പെരിയ കോടതിയിൽ ഹാജരാക്കി തിരികെ ജയിലിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ് സംഭവം. ബാലമുരുകനെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമായി തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ കൊരട്ടിയിൽ വീടിന് നേരെ യുവാവിന്റെ ആക്രമണം. കൊരട്ടി പഞ്ചായത്ത് മുൻ മെമ്പറും CPM ബ്രാഞ്ച് സെക്രട്ടറിയുമായ സിന്ധു ജയരാജിന്റെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. വെള്ളിയാഴ്ച രാത്രിയായിരുന്നു സംഭവം. പാറക്കൂട്ടം സ്വദേശി അശ്വിനാണ് ആക്രമണം അഴിച്ചുവിട്ടത്. രാത്രിയിൽ വെട്ടുകത്തിയുമായി സിന്ധുവിന്റെ വീട്ടിലെത്തിയ യുവാവ് വീടിന്റെ ജനൽ ചില്ലുകൾ തകർത്തു. തുടർന്ന് അസഭ്യവർഷം നടത്തിയ ശേഷം കാർപ്പുറത്തിൽ കിടന്നിരുന്ന കാറിന്റെ ചില്ലുകളും തകർത്തു. ഈ സമയത്ത് സിന്ധുവും മകനും കുഞ്ഞും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഏറെ നേരം യുവാവ് വീട്ടിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചു. ഇതിനിടെ അയൽവാസികൾ കൊരട്ടി പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയാണ് അശ്വിനെ പിടികൂടിയത്. അശ്വിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. നേരത്തെയും ഇയാൾ സ്വന്തം വീടിന് നേരെ ഉൾപ്പെടെ സമാന രീതിയിൽ ആക്രമണം നടത്തിയിട്ടുള്ള ആളാണെന്ന് പറയുന്നു. അശ്വിൻ ലഹരിക്ക് അടിമയാണെന്നാണ് പോലീസ് പറയുന്നത്. സിന്ധുവിന്റെ അകന്ന ബന്ധു കൂടിയായ അശ്വിനെതിരെയുള്ള കേസുകൾ തീർക്കാൻ സിന്ധു ഇടപെടാഞ്ഞതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമായി പറയുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഭിന്നശേഷിക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് രാഷ്ട്രീയ ലാഭത്തിനായി ചിലർ ശ്രമിക്കുന്നുണ്ടെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺസ് വെൽഫെയർ ഫെഡറേഷൻ ജില്ലാ സമ്മേളനം പാലക്കാട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു EN സുരേഷ് ബാബു. ഭിന്നശേഷിക്കാരെ കബളിപ്പിച്ച് അവരുടെ ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കാൻ പോലും ശ്രമം നടക്കുന്നുണ്ടെന്നും EN സുരേഷ് ബാബു ചൂണ്ടിക്കാട്ടി. DAWFിനെ പ്രവർത്തനത്തെ കുറച്ചുകൂടി ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടി നമുക്കെതിരായിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റായ പ്രചാരങ്ങൾ നടത്തി അവരുടെ സംഘടനകളിലേക്ക് ആകർഷിക്കുന്ന നിലപാട് സ്വീകരിക്കും. ഇതെല്ലാം കണ്ടുകൊണ്ട് വേണം ഈ മേഖലയിൽ നമ്മുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ. അപ്പം അതിന് നമ്മുടെ എല്ലാം പരിമിതികൾക്ക് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഏറ്റവും ഊർജ്ജസ്വലതയോടുകൂടി ഈ മേഖലയെ ശക്തിപ്പെടുത്താൻ, സംഘടനാ സംവിധാനങ്ങൾ കെട്ടിപ്പടുക്കാൻ ഉള്ള ഒരു നേതൃത്വപരമായ പങ്ക് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി ഗിരീഷ് കീർത്തി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി റിജി ജോസ്, സംസ്ഥാന പ്രസിഡന്റ് KK സുരേഷ് ബാബു, ആര്യ ബൈജു, മണികണ്ഠൻ, PR ശോഭന, C മോഹൻദാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഭിന്നശേഷിക്കാരുടെ പെൻഷൻ തുക വർദ്ധിപ്പിക്കണമെന്നും പെൻഷൻ യഥാസമയം വിതരണം ചെയ്യണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ
പൊതുയിടങ്ങൾ ശുചീകരിച്ചു. ക്ലീൻ പഞ്ചായത്ത് പദ്ധതിയുടെ ഭാഗമായി നടന്ന ശുചീകരണത്തിൽ പഞ്ചായത്തിലെ 14 വാർഡുകളിലും സ്കൂളുകൾ കേന്ദ്രീകരിച്ചും ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. പത്രിപ്പാലിൽ നടന്ന ശുചീകരണം പഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിത ഉദ്ഘാടനം ചെയ്തു. ജൂലൈ മാസത്തോടുകൂടി നമുക്കത് സ്ഥാപിക്കാനായിട്ട് സാധിക്കും. ഒരു പരിധിവരെ മാലിന്യ പ്രശ്നം പരിഹരിക്കാനാവും എന്നുള്ളതാണ് പഞ്ചായത്തിൻ്റെ വിശ്വാസം. എന്തായാലും ഈ 18-19 തീയതികളിൽ നമ്മുടെ വാർഡുകളിൽ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും വാർഡ് തലത്തിലുള്ള എല്ലാ തൊഴിലുറപ്പ് തൊഴിലാളികളും അതുപോലെ തന്നെ ആശാപ്രവർത്തകരും ഹരിതകർമ്മസേന അംഗങ്ങളും അവിടെയുള്ള സന്നദ്ധ പ്രവർത്തകരും ഇടപെട്ടുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനമായിക്കൊണ്ട്, അതായത് വരുന്ന മഴക്കാലങ്ങളിൽ നമ്മുടെ പഞ്ചായത്തിൽ വിവിധ രോഗങ്ങളൊന്നും ഇല്ലാത്ത ഒരു പഞ്ചായത്തായിട്ട് മാറ്റാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട്. വാർഡംഗം എ ഷിഹാബ് അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗങ്ങളായ PC സുമ, AK ജയശ്രീ, VM അൻവർ സാദിഖ്, ഷെഫീന നജീബ്, സരിത, സുജിത് കുമാർ, ഹെഡ് ക്ലർക്ക് സന്ധ്യ, അസിസ്റ്റന്റ് സെക്രട്ടറി ഷെറീന, ഹെൽത്ത് ഇൻസ്പെക്ടർ ശർമ്മ തുടങ്ങിയവർ സംസാരിച്ചു. ആരോഗ്യവകുപ്പ്, കുടുംബശ്രീ, ഹരിതകർമ്മസേന, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ആശാ വർക്കർമാർ, ആരോഗ്യവകുപ്പ്, NSS വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ നഗരസഭയിൽ മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി ഡ്രൈ ഡേ ആചരിച്ചു. ശനിയാഴ്ച രാവിലെ ഷൊർണൂർ പോലീസ് സ്റ്റേഷൻ പരിസരം ശുചീകരിച്ചു. ദിനാചരണം നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്ന കാര്യത്തിൽ മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ഏതാണ്ട് 80% നിലയിലേക്ക് അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കാനായിട്ട് സാധിച്ച നഗരസഭ കൂടിയാണ്. അതോടൊപ്പം തന്നെ ജൈവ മാലിന്യങ്ങൾ ഏറ്റവും കുറവ് കൈകാര്യം ചെയ്യേണ്ട സ്ഥിതിയാണ് ഷൊർണൂരിലുള്ളത്. അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ നഗരസഭയിലെ ബോധവൽക്കരണം, അതോടൊപ്പം തന്നെ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കാനുള്ള സംവിധാനം നഗരസഭ തയ്യാറാക്കി കൊടുത്തു എന്നതുകൂടിയാണ് ജൈവ മാലിന്യങ്ങളെ നിയന്ത്രിക്കാനായിട്ട് സാധിച്ചത്. സർക്കാർ നിർദ്ദേശപ്രകാരമാണ് ഷൊർണൂരിൽ ഡ്രൈ ഡേ ആചരിച്ചത്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സെക്രട്ടറി PS രാജേഷ് സ്വാഗതം പറഞ്ഞു. ഷൊർണൂർ പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ JR രഞ്ജിത് കുമാർ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM ലക്ഷ്മണൻ, കൗൺസിലർമാരായ ശ്രീകലാരാജൻ, MK ശരത്, CK സൗമ്യ, KS ശോഭന തുടങ്ങിയവർ സംസാരിച്ചു. ആരോഗ്യ വിഭാഗം ജീവനക്കാർ, ഹരിത കർമ്മസേന അംഗങ്ങൾ, ആശാ വർക്കർമാർ, ഷൊർണൂർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. അതിരപ്പള്ളി ചാലക്കുടി സംസ്ഥാന പാതയിൽ വാഹനങ്ങൾ തടഞ്ഞ് ഒറ്റയാൻ. ഇതോടെ ചാലക്കുടി അതിരപ്പള്ളി റൂട്ടിൽ അരമണിക്കൂറോളം വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. രാവിലെ 7 മണിയോടെയാണ് ചിക്ലായി ഭാഗത്ത് കൊമ്പൻ റോഡിലിറങ്ങിയത്. ആന റോഡിൽ നിന്ന് മാറാതെ നിന്നതിനാൽ ഇരുചക്ര വാഹനങ്ങളും സർവീസ് ബസ്സുകളും വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളും വഴിയിൽ കുടുങ്ങി. ആളുകൾ ഒച്ചവെച്ചതോടെ ഒറ്റയാൻ റോഡിൽ നിന്ന് വനത്തിലേക്ക് കയറിപ്പോവുകയായിരുന്നു. തുമ്പൂർമൊഴി ഔഷധത്തോട്ടത്തിനും ചിക്ലായി ഔഷധത്തോട്ടത്തിനും ചിക്ലായി പെട്രോൾ പമ്പിനുമിടയിലാണ് ആനകൾ സഞ്ചാരികൾക്ക് ഭീഷണിയാകുന്നത്. തുമ്പൂർമൊഴി മുതൽ ചിക്ലായി വരെയുള്ള മേഖലയിൽ കാട്ടാനകൾ റോഡ് മുറിച്ചു കടക്കുന്നത് പതിവാണ്. ഈ മേഖലയിൽ സഞ്ചാരികൾ ജാഗ്രത പാലിക്കണമെന്ന് വനം വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കഞ്ചിക്കോട് 3 ഏക്കർ ഭാഗത്ത് ജനവാസ മേഖലയിൽ ഒറ്റയാനിറങ്ങി. പ്രദേശത്തെ കാർഷിക വിളകൾ കൊമ്പൻ വ്യാപകമായി നശിപ്പിച്ചിട്ടുണ്ട്. മീൻവല്ലം തുടിക്കോട് ഭാഗത്താണ് പകൽ സമയത്തും വീടിനോട് ചേർന്നും സമീപത്തെ തോട്ടത്തിലും കൊമ്പൻ നിലയുറപ്പിച്ചത്. തോട്ടത്തിലിറങ്ങിയ കൊമ്പൻ തെങ്ങ്, കവുങ്ങ്, വാഴ ഉൾപ്പെടെ വിളകൾ വ്യാപകമായി നശിപ്പിച്ചു. കാട്ടാനകൾക്ക് പ്രതിരോധം തീർക്കാനായി നിർമ്മിച്ച സോളാർ വേലി മറികടന്നാണ് ആന ജനവാസ മേഖലയിൽ ഇറങ്ങിയത്. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ വനം വകുപ്പ് RRT സംഘം പടക്കം പൊട്ടിച്ച് കൊമ്പനെ കാടുകയറ്റുകയായിരുന്നു. 1 മാസം മുമ്പ് മീൻവല്ലം വെള്ളച്ചാട്ടത്തിലിറങ്ങിയ കൊമ്പനാണ് വീണ്ടും നാട്ടിലിറങ്ങിയതെന്നാണ് വനം വകുപ്പിന്റെ നിഗമനം. സോളാർ വേലിയും മറികടന്ന് കാട്ടാനകൾ നാട്ടിലിറങ്ങുന്നത് പ്രദേശത്ത് വലിയ ഭീതി പരത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മങ്കര ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ CDS 26ാം വാർഷികാഘോഷം നടന്നു. അരങ്ങ് എന്ന പേരിൽ സംഘടിപ്പിച്ച വാർഷികാഘോഷ പരിപാടികൾ മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. നമുക്ക് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ശ്രീദേവി ഉള്ളപ്പോൾ തന്നെ ലക്ഷക്കണക്കിന് രൂപ എല്ലാ വകുപ്പിലും എവിടേക്ക് കിട്ടുന്നുണ്ട്, മങ്കര പഞ്ചായത്തിലേക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ പുതിയ ഒരു അക്കൗണ്ടന്റ് വരുമ്പോ അതിലൊരിക്കലും എന്ത് സംഭവിക്കരുത്, നമുക്ക് കുറവ് സംഭവിക്കരുത്. അപ്പൊ കൂടുതൽ ഫണ്ടുകൾ നമുക്ക് ലഭ്യമാക്കുമ്പോൾ അതിനനുസരിച്ച് കുടുംബശ്രീയുടെ യൂണിറ്റ്
യൂണിറ്റുകളും സജീവമായി നിന്നാൽ മാത്രമാണ് നമുക്ക് ഈ ഫണ്ടുകൾ വരും. അല്ലാണ്ട് സുജ മാത്രം വിചാരിച്ചതുകൊണ്ട് ഫണ്ട് വന്നിട്ട് അത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയില്ല. ചടങ്ങിൽ കുടുംബശ്രീ ചെയർപേഴ്സൺ KA വിനീത അധ്യക്ഷയായി. പഞ്ചായത്ത് ഉപാധ്യക്ഷ A മല്ലിക, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KV രാമചന്ദ്രൻ, EP സുരേഷ്, സുജാത, ശ്രീദേവി, സുജാത, വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഭക്ഷണവും ഉണ്ടായി. കലാപരിപാടികളിലെ വിജയികൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വാണിയംകുളം പഞ്ചായത്തിലെ വിരമിച്ച അംഗൻവാടി പ്രവർത്തകർക്ക് യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. KV ശാന്തകുമാരി, K പ്രേമകുമാരി, K സരസ്വതി എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിന്റെയും അംഗൻവാടി പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ നടത്തിയ യാത്രയയപ്പ് സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. അതോടുകൂടി നിലവിലുള്ള നമ്മുടെ അംഗൻവാടികളിലൊക്കെ പശ്ചാത്തല സൗകര്യങ്ങൾ നല്ല നിലയിൽ ചർച്ച ചെയ്യാനുള്ള വേദിയിലാണ്. എനിക്ക് ആസൂത്രണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആളുകൾക്ക് അവർക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ പറയാനുള്ള അവസരം ഉണ്ടാകും. അപ്പൊ ആ അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ അംഗനവാടികളൊക്കെ നല്ല നിലയിലുള്ള അടിസ്ഥാന സൗകര്യമുള്ള സ്ഥാപനങ്ങളാക്കി മാറ്റുന്നതിന് VC ചന്ദ്രിക അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി K ഭാസ്കരൻ, പഞ്ചായത്ത് അംഗം EP രഞ്ജിത്ത്, M ലക്ഷ്മി, K സത്യഭാമ എന്നിവർ സംസാരിച്ചു. വിരമിക്കുന്ന അംഗൻവാടി പ്രവർത്തകർ മറുപടി പ്രസംഗം നടത്തി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. സ്പോർട്സ്. സംസ്ഥാന വനിതാ ചെസ് ചാമ്പ്യൻഷിപ്പിന് പാലക്കാട്ട് തുടക്കം. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് K പ്രേംകുമാർ MLA ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. കേരള സ്പോർട്സ് കൗൺസിൽ കഴിഞ്ഞ വർഷം രൂപീകരിച്ച സ്റ്റേറ്റ് ടെക്നിക്കൽ കമ്മിറ്റിയാണ് 2 ദിവസം നീണ്ടു നിൽക്കുന്ന മത്സരം സംഘടിപ്പിച്ചിട്ടുള്ളത്. ജില്ലാതല മത്സരങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 4 വീതം കളിക്കാരാണ് സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. 7 റൗണ്ടുകളിലായാണ് മത്സരം. ചാമ്പ്യൻഷിപ്പ് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. മത്സരത്തിലെ ആദ്യ 4 റൗണ്ടുകൾ ശനിയാഴ്ച പൂർത്തിയായി. ഞായറാഴ്ച രാവിലെ 9-ന് അവശേഷിക്കുന്ന റൗണ്ടുകളിലെ മത്സരങ്ങൾ കൂടി നടക്കും. വൈകിട്ട് 4-ന് സമ്മാന വിതരണവും ഉണ്ടാകും. ആദ്യ 4 സ്ഥാനക്കാർ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കാൻ യോഗ്യത നേടും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം രാജ്യത്തിനാകെ മാതൃകയാക്കിയതിൽ അധ്യാപകർ വഹിച്ച പങ്ക് വളരെ വലുതെന്ന് മന്ത്രി MP രാജേഷ്. വിദ്യാഭ്യാസ മേഖലയിലെ നേട്ടങ്ങൾ ശക്തമായി നിലനിർത്താൻ നമുക്ക് കഴിയണം. കേരള ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽസ് അസോസിയേഷൻ 14ാം സംസ്ഥാന സമ്മേളനം ഷൊർണൂർ. വിയൂർ ഹൈ സെക്യൂരിറ്റി ജയിൽ പരിസരത്ത് നിന്ന് തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നോടി രക്ഷപ്പെട്ട കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകൻ കേരളം വിട്ടതായി സൂചന. തൃശൂരിൽ നിന്ന് ബൈക്ക് മോഷ്ടിച്ച് ബാലമുരുകൻ അതിർത്തി കടന്നതായി പോലീസിന് വിവരം ലഭിച്ചു. തൃശൂർ കൊരട്ടിയിൽ വീടിന് നേരെ യുവാവിന്റെ ആക്രമണം. മദ്യലഹരിയിലെത്തിയ യുവാവ് ആക്രമണം നടത്തിയത് CPM ബ്രാഞ്ച് സെക്രട്ടറിയായ യുവതിയുടെ വീടിന് നേരെ. ഭാരതപ്പുഴയിലെ കാരൂർ ക്ഷേത്രക്കടവിൽ കൂട്ടുകാർക്കൊപ്പം കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. മരിച്ചത് പൈങ്കുളം റോഡ് പടിഞ്ഞാറേ തോപ്പിൽ തൊടി പരേതനായ സുരേന്ദ്രന്റെ മകൻ 15 വയസ്സുള്ള ആര്യൻ. ഒഴുക്കിൽപ്പെട്ട് വെള്ളിയാഴ്ച വൈകിട്ട് കാണാതായ ആര്യന്റെ മൃതദേഹം കണ്ടെത്തിയത് ശനിയാഴ്ച രാവിലെ. അതിരപ്പള്ളി ചാലക്കുടി സംസ്ഥാന പാതയിൽ വാഹനങ്ങൾ തടഞ്ഞ് ഒറ്റയാൻ. അരമണിക്കൂറോളം വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. പാലക്കാട് കഞ്ചിക്കോട് 3 ഏക്കർ പ്രദേശത്ത് വനം വകുപ്പിന്റെ സോളാർ വേലി മറികടന്ന് ഒറ്റയാനിറങ്ങി. ജനവാസ മേഖലയിലെത്തിയ കൊമ്പൻ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ഭിന്നശേഷിക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് ചിലർ രാഷ്ട്രീയ ലാഭത്തിന് ശ്രമിക്കുന്നുണ്ടെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. ഭിന്നശേഷിക്കാരെ കബളിപ്പിച്ച ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കാനും ശ്രമം. പാലക്കാട്ട് ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺസ് വെൽഫെയർ ഫെഡറേഷൻ ജില്ലാ സമ്മേളനം. ഭിന്നശേഷി പെൻഷൻ തുക വർദ്ധിപ്പിക്കണമെന്നും ആനുകൂല്യങ്ങൾ യഥാസമയം വിതരണം ചെയ്യണമെന്നും സമ്മേളനം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.